ഹായ് എവരിവൺ, ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആനിമൽ എത്തിക്സ് ആണ്. ആനിമൽ എത്തിക്സ് നമ്മുടെ മെത്തഡോളജി ഇൻ സയൻസിലെ എത്തിക്സ് ഇൻ സയൻസ് ആൻഡ് ആനിമൽ എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പോർഷനാണ് ആനിമൽ എത്തിക്സ്. അപ്പോൾ നമുക്കറിയാമല്ലേ, ആനിമൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എത്തിക്സ് ആനിമൽസുമായിട്ട്, നോൺ ഹ്യൂമൻ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എത്തിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ആനിമൽ എത്തിക്സ്. സയൻസിൽ തന്നെ ഒരുപാട് എത്തിക്സ് ഉണ്ട്. അതിൽ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബ്രാഞ്ച്, എത്തിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ആനിമൽ എത്തിക്സ്. ഇതിൽ ആനിമൽ എത്തിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എത്തിക്സ് വിച്ച് എക്സാമിൻസ് ഹ്യൂമൻ ആനിമൽ റിലേഷൻഷിപ്സ്, ദ മോറൽ കൺസിഡറേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് ഹൗ നോൺ ഹ്യൂമൻ ആനിമൽസ് ഓർ ടു ബി ട്രീറ്റഡ്. ഇതിൽ ആനിമൽസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരോട് എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ മോറലായിട്ട് അവരെ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ആനിമൽ എത്തിക്സിൻ്റെ ഒരു ബ്രാഞ്ച്. ദെൻ നമുക്ക് ആനിമൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യയിലുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസിൽ അത്രയേ ഉള്ളൂ. അപ്പം ഇന്ത്യയിലുള്ള ആനിമൽസ് പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ 3 കാറ്റഗറീസാണ് വരുന്നത്: കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്, ലീഗൽ മെഷേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. അങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് ആനിമൽ പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ആനിമൽസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 51A(g)യും പിന്നെ ആർട്ടിക്കിൾ 48A ഒക്കെ അതിൽ വരുന്ന അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ലീഗൽ മെഷേഴ്സ്. ലീഗൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ കുറേ ലോസും റൂൾസും ഒക്കെ ഇനാക്ട് ചെയ്തിട്ടുണ്ട്. ആനിമൽസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറേ ലോസും റൂൾസും ഇനാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുന്നതാണ് ലീഗൽ മെഷേഴ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 എനാക്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എനാക്ട് ചെയ്തത്. പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ആനിമൽസ് റൂൾസ് 1978 എനാക്ട് ചെയ്തിട്ടുള്ള. അങ്ങനെ ഇനിയും ഒരുപാടുണ്ട് റൂൾസും ലോസും. അതൊക്കെ വരുന്നതാണ് ലീഗൽ മെഷേഴ്സ്. പിന്നെ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ എങ്ങനെ എക്സ്പെരിമെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ആനിമൽസിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ, അവരെങ്ങനെയാണ് യൂസ് ചെയ്യണേ, അവരെ നോക്കുന്നവരെങ്ങനെയാണ് യൂസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അതിനനുസരിച്ച് മെഷേഴ്സ് എടുക്കാനും വേണ്ടിയിട്ടുള്ള കുറേ കമ്മിറ്റീസും ബോർഡ്സും സൊസൈറ്റീസൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടി വരുന്ന ഒരു കാറ്റഗറിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. ആനിമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റീസും ബോർഡ്സും സൊസൈറ്റീസും ഒക്കെ വരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് CPCAC എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ആനിമൽസ്. പിന്നെ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ AWBA എന്ന് പറയുന്ന കമ്മിറ്റി, സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് SPCA എന്ന് പറയുന്ന കമ്മിറ്റി. അങ്ങനെ ഒരുപാട് കമ്മിറ്റികളുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മെയിൻലി നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് ഈ യെല്ലോ ഇങ്കിൽ കൊടുത്തേണ്ട കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 51A(g)യും പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960, പിന്നെ കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ആനിമൽസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 51A(g) എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ പറയുന്നത്, ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ്. അപ്പോൾ ഇതിൽ പറയണത് ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ് എന്ത്, നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് ഒക്കെ പെടും, ആനിമൽസൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും ഡ്യൂട്ടിയാണ്. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 51A പറയുന്നത്. ആർട്ടിക്കിൾ 51A(g) പറയണത്. പിന്നെ അതിൽ ആർട്ടിക്കിൾ 48A ഉണ്ട്, അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. ഈ മെയിൻ ഐഡിയ തന്നെയാണ് അതിലും വരുന്ന ആർട്ടിക്കിൾ 48A. പിന്നെ ഇതും രണ്ടും 42nd അമെൻമെൻറ്റ് ആക്ട് പ്രകാരം വന്നിട്ടുള്ളതാണ്. 1976 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ആഡഡ് ആയിട്ടുള്ളതാണ്. ഇത് ആർട്ടിക്കിൾ 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതിൽ കാണിച്ചത്. ഇതിൽ ഈ G എന്ന് പറയുന്ന ഈ പോർഷനാണ്
നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ആനിമൽസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, വൈൽഡ് ലൈഫിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾ 51A ജിയിലാണ്. ഇനി വരുന്നത് ലീഗൽ മെഷേഴ്സ് പറഞ്ഞോളൂ. നമ്മൾ കുറേ ആക്ട്സും ലോസും ഒക്കെ ഇനാക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അതിൽ ഒരു ആക്ടാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960. 1960 ഇനാക്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടാണിത്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആനിമൽസിനോടുള്ള ക്രൂവൽറ്റി തടയുക, അതുപോലെ തന്നെ അവരെ അൺനെസസറി ആയിട്ട് അവരെ വേദനിപ്പിക്കാതെയോ അവരെ സഫറിങ് ചെയ്യാതെയോ അവരെ വേദനിപ്പിക്കാതിരിക്കുക, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, വേദനിപ്പിക്കുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണിത്. To prevent the infliction of unnecessary pain or sufferings on animals as well as to prevent the cruelty to animals. ഇതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആനിമൽസിനെ വേദനിപ്പിക്കാതെ അവരോട് ക്രൂവൽറ്റി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്റ്റാണ് അത്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട്. അപ്പോൾ ഇതിൽ പറയണത്, ഇതിൽ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഈ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അവർ ടേക്ക് കെയർ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അവരെ അൺനെസസറി ആയിട്ട് അവരെ സഫറിങ് ചെയ്യിപ്പിക്കാതെയോ അല്ലെങ്കിൽ മിസറീസ് അവർക്ക് ഉണ്ടാക്കാതെയോ അവരെ കാത്തു പരിപാലിക്കുക എന്നുള്ളത് അവരുടെ അവരെ ടേക്ക് കെയർ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 ഇനാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ടിനെതിരായിട്ട് എന്തെങ്കിലും നടന്നാൽ, ഇതിൻ്റെ വയലേഷൻ ഫസ്റ്റ് ടൈം ഈ ആക്ടിനെതിരായിട്ട് ഈ ആക്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫൈനാണ് 50 rupees ഫൈനാണ്. ഈ ആക്ട് ആദ്യം വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരാൾക്ക്, ഒരു വ്യക്തി കൊടുക്കുന്ന ഫൈൻ 50 rupees ആണ്. പിന്നെ അതിന് ശേഷം വീണ്ടും 3 വർഷത്തിനുള്ളിൽ വീണ്ടും ഇത് വയലേറ്റ് ചെയ്യാൻ ഇടയായാൽ അല്ലെങ്കിൽ ആനിമൽസിനെ ദുരുപയോഗിക്കാൻ ഇടയായാൽ വരുന്ന ഫൈൻ എന്ന് പറയുന്നത് 100 രൂപയാണ്, 100 rupees ആണ് ഫൈൻ. അതുപോലെ തന്നെ 3 വർഷം തടവും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആനിമൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ് ഇത്. അവരുടെ ഈ ആക്ടിനോടൊപ്പം തന്നെ കുറേ ആക്ട്സും വരുന്നുണ്ട്, കുറേ ആക്ട്സും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്. അതൊക്കെയാണ് ഇതിൽ പറയണത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് പറഞ്ഞുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റീസ് അല്ലെങ്കിൽ ബോർഡ്സ് അല്ലെങ്കിൽ അതൊക്കെ കമ്മിറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്, ആനിമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു കമ്മിറ്റിയാണ് CPCA എന്ന് പറയുന്ന കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ആനിമൽസ്. ഈ കമ്മിറ്റി 1964 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ടിൻ്റെ കീഴിൽ അതുമായിട്ട് കീഴിൽ വരുന്ന പ്രൊവിഷൻസിന് കീഴുമായിട്ട് വരുന്ന ഒരു കമ്മിറ്റിയാണിത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാബറട്ടറി ആനിമൽസ്, നമ്മൾ എക്സ്പെരിമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ആനിമൽസിനെ ഉപയോഗിക്കുമ്പോൾ അവരെ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കണം, അവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും, അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കാനും വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, ഇവർക്ക് ഈ കമ്മിറ്റിക്ക് കുറേ എംപവർമെൻറ്റ്സ് ഉണ്ട്. അവർക്ക് കുറേ എംപവർമെൻറ്റ്സ് ഉണ്ട്. ഈ എംപവർമെൻറ്റ്സ് എന്ന് പറയുന്നത് അവർ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗൈഡ് ലൈൻസും റൂൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെ ആനിമൽസിൽ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ വെച്ചിട്ട് കുറേ റൂൾസും ഗൈഡ് ലൈൻസും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാൻ ചെയ്യാനുള്ള അധികാരം ഈ കമ്മിറ്റിക്ക് ഉണ്ട്. ഇവർ പേഴ്സണൽസിനെ നിയോഗിക്കും, അവർ ഇത് ഇൻസ്പെക്ട് ചെയ്യും. അവർക്ക് ഈ പേഴ്സണൽസിനെ ഏത് ടൈമും ഏത് ലാബറട്ടറി വേണമെങ്കിലും കയറിയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്കത് നോക്കാനും അതുപോലെ തന്നെ ആനിമൽസിനെ ദുരുപയോഗം ചെയ്യുന്നുള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ ആ എക്സ്പെരിമെൻറ്റ് നടത്തുന്നതിൽ നിന്ന് ബാൻ ചെയ്യാനും അവർക്ക് അധികാരമുണ്ട്. അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടുള്ളൊരു കമ്മിറ്റിയാണ് CPCA എന്ന് പറയുന്ന ഈ കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ആനിമൽസ്. ഇതിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ അടങ്ങുന്നൊരു നോട്ടീസിൻ്റെ ഒരു ഫ്രണ്ട് പേജാണിത്. താങ്ക് യു. ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.